ഹായ് ഗൈസ്, ഞങ്ങളിന്ന് പോകുന്നത് കൂടല്ലൂർക്കാണ്. കൂടല്ലൂർ ഋതുമതി ഫംഗ്ഷൻ ഉണ്ട്, അതിനായിട്ട് പോവാണ്. എൻ്റെ ചേച്ചിയുടെ അസിൻ്റെ വീട്ടിലാണ്, തറവാട്ടിലാണ് ഫംഗ്ഷൻ. അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ തൃത്താല റോഡിൽ നിന്നുള്ള ഈ ഒരു കടയിലാണ് കയറിയത്. അപ്പോൾ അവിടെ പോയപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും എടുത്ത് വെച്ചിട്ടുണ്ടായി. അവരുണ്ട്, അവർ ബസ്സിന്, ഞങ്ങൾ വണ്ടിയിൽ നിന്ന്. അപ്പോൾ അവരെടുത്ത് വെച്ചിട്ടുണ്ടായി 2 ഡ്രസ്സ്. അപ്പോൾ എനിക്കിഷ്ടമായി, അതന്നെ എടുത്തു. ഈ 2 ചുരിദാറുകൾ, നല്ല രസമുണ്ട്. അപ്പോൾ ഇത് 2 എടുത്തു. അങ്ങനെ നല്ല കളറാട്ടോ, നിവർത്തി കാണിച്ചത്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തു. അപ്പോൾ അവിടുത്തെ മിറർ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താൽ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തൃത്താല പോവാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തൃത്താലക്കൂടെ പോകുമ്പോൾ എന്തായാലും അവന് വെള്ളിയങ്കല്ല് കയറും. അപ്പോൾ വെള്ളിയങ്കല്ല് കയറിയില്ല. ഞങ്ങളൊന്ന് ആയിക്കോടൊന്ന് കൊണ്ടുപോയി അവനെ, പാലത്തിൻ്റെ ആയിക്കോടൊന്ന് കൊണ്ടുപോയി. പാർക്കിൽ കയറിയില്ല, വരുമ്പോൾ കയറാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവനെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ മേൽക്കൂടെ പോവാണ്. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കേട്ടോ, മണലൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, മണലൊക്കെ മാന്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. എന്നിട്ടൊരു കടയിൽ കയറി, പാലിവെള്ളം വേണം പറഞ്ഞിട്ട് അത് മേടിച്ചു കൊടുക്കാനായിട്ടൊരു കടയിൽ കയറി. അവിടെ നിന്നൊരു മിഠായും പാലും വെള്ളമൊക്കെ മേടിച്ചു. അത് കഴിച്ചു. ഞങ്ങൾ തിരിച്ച് കൂടല്ലൂർക്ക് പോവാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ പോണ വഴിയൊക്കെ. ഈ പുഴയുടെ സൈഡായ കാരണം നല്ല കാറ്റും നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അങ്ങനെ ഇവിടെ കണ്ട ഊഞ്ഞാലിൽ ചേച്ചിമാരൊക്കെ ആടുണ്ട് വണ്ടി നിർത്തിയിട്ട്. അങ്ങനെയൊക്കെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. നല്ല രസമുണ്ട്. പൂന്തോറും അങ്ങനെ, അവിടെ എത്തണവരെ അങ്ങനെ തന്നെയാണ്, നല്ല വൈബാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയൊരു കടയിൽ കയറിയിട്ട് ചെക്കൻ പാമ്പേഴ്സ് മേടിച്ചു. പാമ്പേഴ്സ് ഇട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഇട്ടു. പഴം മേടിച്ചു, അതും കൊടുത്തു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സും കൊടുത്തു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു, വിനോദേട്ടൻ്റെ അതൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് പെൺകുട്ടി. അങ്ങനെ വലിയ പരിപാടിയായിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കലും സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു പരിപാടി വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ നല്ല ഗ്രാൻഡായിട്ട് കഴിച്ചിട്ടുണ്ട് ഫങ്ഷനൊക്കെ. ആ ഫ്രെയിം നല്ല രസമുണ്ട്. അതാ പാപ്പം കൊടുത്ത ഫ്രെയിമാണ്, നല്ലൊരു ഫ്രെയിമായി. പിന്നെ അത് വല്യമ്മയും കുത്തിയിരിക്കുന്നുണ്ട്, എൻ്റെ അമ്മ, പിന്നെ എല്ലാവരും ഉണ്ട്. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി, നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, ഞങ്ങളിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, ഭയങ്കര തീറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോൾ ലാസ്റ്റത്തെ പാട്ടാണ്. അതും കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുഴയ്ക്ക് പോകാൻ പറഞ്ഞു. പുഴയ്ക്ക് വീടിൻ്റെ അടുത്ത് തന്നെയാണ്, അടുത്ത് പറഞ്ഞാൽ നടക്കേണ്ട ദൂരമുള്ളൂ. നല്ല രസമാണ് ഇവിടെ. ഇവിടെ ഇരുന്നിട്ട് കുട്ടികളൊക്കെ ഭയങ്കര കളിയാണ്, ഓടലും ചാട്ടലൊക്കെ ഭയങ്കര കളിയിലാണ്. ആയിക്കോട്ടെ ട്രെയിനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി കുറേ കണ്ട. അതിൻ്റെ മേലേക്ക് ഓടി കയറുകയാണ് ചെക്കന്മാർ ചെയ്യുന്നത്. ഞാൻ വെയിലായ കാരണം ഇറങ്ങിയില്ല. ഞങ്ങൾ ട്രെയിനൊക്കെ പോകേണ്ടത് നല്ല രസമാണ് ഇവിടെ. ഇവിടെ ഉള്ളവർക്ക് കാണുമ്പോൾ ഇത് അത്ര വലിയതായി തോന്നില്ല. പക്ഷേ ഫസ്റ്റ് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഭയങ്കര വൈബാണ് ഇവിടെ. ഇവിടെ നിന്ന് പോകാൻ തന്നെ തോന്നാണ്ട്. കുട്ടികൾക്ക് ഇവിടെ നിന്ന് കളി തന്നെ ആയിരുന്നു, വിളിച്ചാലും വരാണ്ട് മണ്ണാലിട്ടിട്ട് കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി.